കനത്ത മഴയിൽ കോഴിക്കോട് എരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ ക്യാമ്പസ് വെള്ളത്തിനടിയിലായി. കനോലി കനാലിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൈത്തോടുകൾ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, സംസ്ഥാന വ്യാപകമായി ഈ കനത്ത മഴക്കെടുതി പ്രശ്നങ്ങളുണ്ട്. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഈ സ്കൂൾ ക്യാമ്പസ് വെള്ളത്തിനടിയിലായിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു മണിക്കൂറായി മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് എരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂളിലാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കനോലി കനാലിൽ ജലനിരപ്പ് ഉയരുന്നതാണ് നിലവിൽ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ദൃശ്യങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ മിനി ബൈപ്പാസിന് അപ്പുറത്തെ വശത്തോടെയാണ് ഈ കനോലി കനാൽ ഒഴുകുന്നത്. അവിടെ ജലനിരപ്പ് ഉയർന്നതോടെ ഇതിന്റെ കൈവഴികളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതാണ് ഈ കരുണ സ്കൂളിൽ ഉൾപ്പെടെ ഇപ്പോൾ അടിയിലാകാൻ പ്രധാനപ്പെട്ട കാരണം. ഈ കരുണ സ്കൂളിന് സമീപമുള്ള മറ്റ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. ഇന്ന് ക്ലാസ്സുകൾ ഇല്ലാത്തതിനാൽ ഇവിടെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾ കുറച്ച് ഇവിടെ താമസിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. 10 വിദ്യാർത്ഥികൾ നിലവിൽ ഈ ക്യാമ്പസിനകത്തുള്ള ഹോസ്റ്റലിൽ കഴിയുന്നുണ്ട്. ബാക്കി വിദ്യാർത്ഥികൾ അവരവരുടെ വീടുകളിലാണ്. ഇന്നലെ രാത്രി മുതലാണ് ഈ ക്യാമ്പസിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ വെള്ളം താഴുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ വരും മണിക്കൂറുകളിലും മഴ തുടരുകയാണെങ്കിൽ ഈ വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കാനുള്ള സാധ്യതയിലേക്ക് എത്തും. ആ കാണുന്ന ഈ സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള ചാപ്പലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ അസംബ്ലി ഹാളിലും ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. അസംബ്ലി ഹാളിൽ ഉണ്ടായിരുന്ന ചില മേശകൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലാണെന്നാണ് സ്കൂൾ മാനേജ്മെന്റുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മഴ തുടരുകയാണെങ്കിൽ, വെള്ളക്കെട്ട് ഉയരുകയാണെങ്കിൽ ഈ സ്കൂളിന്റെ അകത്തുള്ള 10 വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുമെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന് തൊട്ടപ്പുറത്തുള്ള മറ്റു താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. ഈ കൈവഴികളിൽ ഇനിയും ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല ഈ സമീപത്തെ കടകളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണെങ്കിലും കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഏതു സമയത്തും മഴ പ്രതീക്ഷിക്കാം. ഇരുണ്ടുമൂടിയ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതോടൊപ്പം കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും ഗ്രാമീണ മേഖലകളിലും തീരദേശ മേഖലകളിലും ഇപ്പോഴും മഴ ചെറിയ തോതെങ്കിലും ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് രാഹുൽ സുരേഷാണ്.